എല്ലാം സാന്നിധ്യവും പ്രസൻസ് സപ്പോർട്ടുള്ള ഒരു ഈവനിങ്. ഇറ്റ്സ് എ പ്ലഷർ ടു ബി ഹിയർ. കൽബിൻ്റെയും ഗോളത്തിൻ്റെയും സക്സസ്സും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആൻഡ് അസോസിയേഷനിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ ബോത്ത് ദ മൂവീസ്. വി ആർ റിയലി ഹാപ്പി. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും മുന്നോട്ട് ഫ്രേഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് വളരെ നല്ല ഗംഭീര പ്രോജക്ട്സുമായിട്ട് കണ്ടിന്യൂസ്ലി ഞങ്ങൾ കാണും. ഗോളത്തിൻ്റെ ഹോൾ ടീം, കൽബിൻ്റെ ഹോൾ ടീം, ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ആൻഡ് ഇന്നത്തെ ഈവനിങ് ഒരു ബിഗിനിങ് ഓഫ് എ ജേർണി ടുഗെദർ, ഒരുമിച്ച് യാത്ര ചെയ്ത ഒരു ജേർണി ആയിട്ട് മാറട്ടെ. വിഷിംഗ് എവരിബഡി എ വണ്ടർഫുൾ ഈവനിങ്. Enjoy yourselves. Welcome. Over to you. First of all, thank you for such an amazing introduction. ശരിക്കും പറഞ്ഞാൽ 2024 ഇറ്റ്സ് ദ ബെസ്റ്റ് ഇയർ ഓഫ് മൈ ലൈഫ് സോ ഫാർ. കാരണം ഒന്നല്ല, 2 പടങ്ങളുടെ നിങ്ങൾ ഇത്രയും ഇമ്പാക്ട് ഇൻഡസ്ട്രി, ഇത്രയും ഇമ്പാക്ട് ഉള്ള ഒരു പടത്തിന്റെ ഒരു പ്രധാന ഭാഗമാവാൻ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സംജാദ്, താങ്ക് യു സാജിദ് പുള്ളിയുടെ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദീസ് ക്യാരക്ടേഴ്സ്. ഈ 2 ക്യാരക്ടേഴ്സ് ആയാലും ലിയനാർഡോ കാൽപ്പായാലും സന്ദീപ് കൃഷ്ണ ആയാലും they will always hold a special place in my heart. And thank you so much. ഇപ്പം കൽബ് OTT ഇറങ്ങിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഗോളം തിയേറ്ററിൽ തന്നെ all of you made an amazing big hit. ഈ 2 പടങ്ങൾ will be one of the most defining films in my career. അതെനിക്ക് ഉറപ്പാണ്. From here hopefully it's only upwards. And ഇനിയും ഒരുപാട് പടങ്ങൾ ചെയ്യണമെന്നുണ്ട്, നിങ്ങളെ എന്റർടൈൻ ചെയ്യണമെന്നുണ്ട്. So this motivates me. So thank you so much for the love and thank you everybody for being here. Thank you. ഒരു memory you would love to share with the people here? Okay, Shakti Sri ഒരുപാട് പാടിയായിരുന്നു കോമല്ലാതെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരുപാടുണ്ട്, പെട്ടെന്ന് ഏതാണ് നമ്മളൊക്കെ എങ്ങനെയാണല്ലോ പരിചയപ്പെടുന്നത്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഒന്ന് ഈ റൗണ്ട് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നാലോ? അപ്പോഴേക്കും സാർ എന്തെങ്കിലും ആലോചിച്ച് ശരി എക്സ്പീരിയൻസ് ഷോ അവർ അറിയണ്ടേ? താങ്ക് യു എന്ന് പറയാൻ ആള് പറഞ്ഞത്. പ്ലീസ്. ഞാൻ ഇവരായിട്ട് ആക്ച്വലി ഒരുപാട് നാളായിട്ടുള്ള റിലേഷനാണ്. സാജിദയുടെ ഫസ്റ്റ് മൂവിയിൽ ഞാൻ ലാലേട്ട എന്ന സോങ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും രസമായിരുന്നു. പ്രകാശൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രകാശൻ വിമലും നീഹാലും ഞാനും കൂടി ചേർന്നിട്ടാണ് കല്ലിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനായിരുന്നു. നീഹാല് 3 പാട്ടുകൾ, വിമല് 4 പാട്ടുകൾ, ബാക്കിയുള്ള പാട്ടുകൾ കുട്ടിപ്പാട്ടുകളൊക്കെ ഞാൻ ചെയ്തു. കൽബിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു സിനിമയാണ്. ഞാൻ ഈ സിനിമയുടെ വെരി ഇനീഷ്യൽ സ്റ്റേജിൽ ആ സമയം തൊട്ട് 2015-2016 തൊട്ട് ഞാൻ ഈ സിനിമയുമായി
സായതിൻ്റെ ഒരു ഭയങ്കര ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. പക്ഷെ പല 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 കാരണങ്ങൾ കൊണ്ട് ഇത് ഒരുപാട് കുറേ കാലഘട്ടം എടുത്തു ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫോമിലേക്ക് എത്താൻ. പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട, ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു മൂവിയാണ്. ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവർ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ആലോചിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതിൻ്റെ ഫൈനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയുക, ഒരു അടുപ്പിച്ചൊരു 3-4 ദിവസം ഞാൻ കിടന്നുറങ്ങിയ ദിവസങ്ങളാണ് ഈ ദിവസം. എന്നിട്ട് ഒരു വർഷം മുമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയൊരു പ്രോസസ്സായിരുന്നു കൽബ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു സിനിമയും. ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. എനിവേ കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ആ സിനിമ എത്തിയത്, ആളുകൾ സിനിമയെ പറ്റി സംസാരിക്കുന്നത്, പാട്ടുകൾ ആൾക്കാർ കേട്ടു, ഹിറ്റുകളായി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അതിനൊക്കെ ഒരു കാരണമായിട്ടുള്ളതും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓൺലൈൻ മീഡിയാസ് ആണ്. സോ നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ നന്ദി, താങ്ക് യു. തുടർന്നും ഇതുപോലെയുള്ള സിനിമകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ഇനി അടുത്ത ഒരാളെ വിളിക്കുമ്പോൾ ഐ വുഡ് ലവ് ടു ടെൽ സംതിങ്. ഗോളം മൂവി കണ്ട സമയത്ത് ഒരിക്കലും നമ്മൾ ഇപ്പൊ എസ്പെഷ്യലി ഒരു കൊറോണയ്ക്ക് ശേഷമൊക്കെ മലയാളികൾ ഒരുപാട് ഇന്റർനാഷണൽ ലെവലിലുള്ള മൂവീസ് കണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള സിനിമകളും എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നുള്ളൊരു ചെറിയൊരു ക്ലൂ എങ്കിലും നമുക്ക് അറിയായിരിക്കും. പക്ഷെ ഗോളം സിനിമ കണ്ട് കഴിയുന്നവരെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ആ മൂവി കൊണ്ടുവന്ന് അവസാനിച്ചത്. അപ്പോൾ അതിന്റെ ഡയറക്ടറാണ് നമ്മുടെ സംജാതക. പ്ലീസ്. ഗുഡ് ഈവനിങ്. ആദ്യം ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ആക്ച്വലി ആദ്യം ഞാൻ കുറച്ച് നന്ദികളിൽ നിന്ന് തുടങ്ങാം. ആദ്യം ആൻ മാം, സജീവ് സാർ, ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ്, അവരോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. അതേപോലെ തന്നെ ഫ്രാഗ്രൻ നേച്ചർ ഫിലിം ക്രിയേഷൻസ് എന്ന ബാനർ, ചിലപ്പോൾ ആ ബാനർ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം നടക്കാൻ കുറച്ചും കൂടി വൈകിപ്പോയേനെ. അപ്പോൾ ഈ ബാനറിനോടും ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനോടാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ നന്ദി രേഖപ്പെടുത്താനുള്ളത്. അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകർ, അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ്, നിങ്ങൾ ഓൺലൈൻ മീഡിയാസ് പടത്തെ ഏറ്റെടുത്ത് ഒരു എന്താ പറയുക വാനോളം ഉയർത്തി എന്ന് പറയുന്നത്. അത്രയും ഞങ്ങളുടെ ആദ്യത്തെ സിനിമയെ ഇത്രയും ഉയർത്തി മുകളിലേക്ക് എത്തിച്ചു. അതിന് ഒരു വലിയ താങ്ക് യു ഓൾ. പിന്നെ നിങ്ങളെല്ലാവരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അപ്രിസിയേഷൻ പോലെയാണ്. എപ്പോൾ ആ പേര് കേട്ടാലും എന്താ പറയുക, ഓരോ കമൻസിനകത്താണെങ്കിലും ഓരോ പോസ്റ്റിനകത്താണെങ്കിലും ഞാൻ എടുത്ത് നോക്കുകയാണ്. അതിനകത്ത് കമൻറ്റില്ല കോളമുണ്ടോ. അപ്പോൾ ഈ 2024 ഒരുപാട് സിനിമകൾ ഇറങ്ങി. എനിക്ക് തോന്നുന്നു 230 സിനിമ എന്നും ഇറങ്ങി. അതിനകത്ത് ഒരു 25 സിനിമയ്ക്കകത്ത് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു എന്താ പറയുക, വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനറിയില്ല. എന്തായാലും എല്ലാവരോടും താങ്ക് യു പറയുന്നു. പിന്നെ രഞ്ജിത്ത് സജീവ്, എൻ്റെ ആദ്യത്തെ സിനിമയിലെ എൻ്റെ ആദ്യത്തെ ഹീറോ. എന്താ പറയുക, എല്ലാവരോടും താങ്ക് യു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ഇനി അടുത്തതായിട്ട് സംസാരിക്കുന്നതാണ് ഒരാള് നാഷണൽ അവാർഡ്, ആട്ടം സിനിമയിലൂടെ ബെസ്റ്റ് എഡിറ്റർക്കുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ ആളാണ്. അദ്ദേഹമാണ് ഗോളം മൂവി കൂടി എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എഡിറ്റർ എന്ന നിലയിൽ താങ്കളുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഇത്രയും പേര് വി വുഡ് ലവ് ടു ഹിയർ ഫ്രം യു. താങ്ക് യു. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം 2024 ആദ്യം റിലീസ് ചെയ്ത സിനിമ ആട്ടമാണ് മലയാളത്തിൽ. ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടി. അതിനുശേഷം എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തിറങ്ങിയ സിനിമയായിരുന്നു ഗോളം. എന്നെ സംബന്ധിച്ച് നല്ലൊരു ടീം വർക്കായിരുന്നു ഗോളം. എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടീമിൽ ഞാൻ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഇന്ന്, ബാക്കിയുള്ളവർക്കൊന്നും എത്തിച്ചേരാൻ തരുന്നില്ല. പക്ഷേ വളരെ നല്ലൊരു ടീം വർക്കായിരുന്നു. പിന്നെ ഈ ഗോളത്തിൻ്റെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബാക്കി സിനിമകൾ പോലുള്ളൊരു മേക്കിംഗ് സ്റ്റൈലായിരുന്നു ഗോളത്തിൻ്റെ. ബാക്കി സിനിമകൾ ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് ടേബിളിൽ ഇതിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി സിനിമകൾ നമുക്ക് ഒരുപാട് റഷ്, അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് ടൈം ഷൂട്ട് ചെയ്ത സാധനത്തിൽ നിന്ന് നമ്മൾ ഭയങ്കര ഇരുന്ന് മിനിക്ക് ചില സിനിമ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും സംജാദിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. സംജാദ് ഡിസൈൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയ്ക്ക് വേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത്
അത് വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സംജാതയുടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. എന്തായാലും ഇവരെ തുടർന്നുള്ള പ്രൊജക്റ്റുകളിലും ഇനി തുടർന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഒരു ആഗ്രഹം. താങ്ക് യു സോ മച്ച് സർ. ആക്ച്വലി അടുത്ത ആ നിൽക്കുന്ന ഒരാൾ നമ്മൾ ഓൾറെഡി സംജാതകനെ കുറിച്ച് പറഞ്ഞു, ഡയറക്ടറാണ്, ഗോളം മൂവിയുടെ ഡയറക്ടറാണ്. പക്ഷേ ഡയറക്ടർ പോലെ തന്നെ നമുക്കറിയാം ഒരു സിനിമ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം അതിന്റെ സ്ക്രിപ്റ്റാണ്, അതിന്റെ ആ എന്താണ് കഥ. റൈറ്റർ നമ്മുടെ പ്രവീൺ ചേട്ടൻ, പ്ലീസ് എങ്ങനെയാണ് ഈ ഒരു കഥ, എവിടെ നിന്നാണ് ആ ട്രെൻഡ്, എങ്ങനെയാണ് അത് വന്നത്? ഇവൻ ഐ വെരി ക്യൂരിയസ് ടു നോ, പ്ലീസ്. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വർഷമായിരുന്നു. 2024 പോലെ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളെ ഞാൻ സംജാതം കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു മൂവി ചെയ്യാൻ ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ആൻമ ഫാക്ട് നേച്ചർ എല്ലാവരും കൂടെ നിന്നു. രഞ്ജിത്ത് ഞങ്ങളുടെ ഹീറോ. ഗോളം സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് അതിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് എത്തുന്നത് ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുണ്ടായിരുന്ന സിനിമയെ പറ്റിയായിരുന്നു, പുതിയ കഥകളെ പറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയ വലിയ സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കാറുണ്ട്. പിന്നെ ആദ്യം നമുക്കൊരു എൻട്രി ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം എന്നാൽ അതിന് പടത്തിൻ്റെ കണ്ടന്റോടൊപ്പം ചെറുതായി പോരുന്നുള്ള രീതിയിൽ ആലോചിച്ച് ഞാൻ സംജാതയോട് മേക്ക് ചെയ്തെടുത്തൊരു കഥയാണ്. അതെല്ലാവരും പ്രേക്ഷകരെ സ്വീകരിച്ചു. നിങ്ങളെല്ലാവരും ഒരു ലൈക്കോ കമൻറ്റോ പോലെ കൊണ്ടാണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയണം. നിങ്ങൾ ആയിരുന്നു ആ പടം എല്ലാവരിലേക്ക് എത്തിച്ചത്. പബ്ലിസിറ്റിയിലായിരുന്നു ആ പടത്തിന് കൂടുതൽ പ്രചാരം കിട്ടിയത്. അപ്പോൾ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. 2025 നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. നേച്ചറിന് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, ഹിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല ത്രില്ലർ മൂവീസ് ഏതാണെന്നൊക്കെ അറിയാം, ത്രില്ലർ മൂവീസ്. അപ്പം അങ്ങനെ ഞാൻ അവരുടെ സജഷൻ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് സാർ പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഗോളം മൂവി കാണുന്നത്. പക്ഷെ കൽവ് ഇതുപോലെ ഓൺലൈൻ മീഡിയാസിലും ഇപ്പോൾ ഫുൾ റീലും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കൽവിൻ്റെ സിംഗേഴ്സ് ആണ് അവിടെ രണ്ടുപേരും നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു പാട്ട് കേട്ടു. പിന്നെ ഇങ്ങനെയാണ് പാട്ടിലൂടെയാണോ പറയുന്നത് അതോ എക്സ്പീരിയൻസ് ആണോ? എല്ലാവരും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യലാണ് ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ഇയറിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് കൂടിയാണ് ഈ ഒരു മൂവി. ഇതിലെ തൊട്ടിലുറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു സോങ് ഉണ്ട്. ആ ഒരു പാട്ട് പാടിയത് ഞാനാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് തന്നത് പ്രകാശനാണ്. അപ്പോൾ വലിയൊരു സന്തോഷമാണ് കൽബിൻ്റെ ഓൺലൈൻ മീഡിയ മീറ്റപ്പിൽ വന്ന് നിൽക്കുമ്പോൾ. വളരെ സന്തോഷമാണ്. എല്ലാവരും ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. എനിക്ക് പറഞ്ഞതുപോലെ കൽബ് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം 2024 രണ്ട് പടങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റി. അതിൽ ഫസ്റ്റ് റിലീസായത് കൽബാണ്, പ്രകാശ് ചേട്ടൻ എന്ന സോങ്ങാണ്. പടം റിലീസിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു സോങ് മൊഞ്ചത്തി ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയാസിലെല്ലാം വളരെ ട്രെൻഡിങ് ആയിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഫുൾ മ്യൂസിക്കലി പോകുന്നൊരു പടമാണ്. അപ്പം മറ്റു പടങ്ങൾ ചെയ്യുന്നതിന് വെച്ച് ഇത് വളരെ സ്പെഷ്യലാണ്. അത്രയും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടത്തിൻ്റെ ഭാഗമായിട്ട് സാധിച്ചത്. താങ്ക് യു സോ മച്ച്. പക്ഷേ നമ്മൾ ഓൾറെഡി ഇവിടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഇവിടെ സംസാരിച്ച അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ ഇവിടെ 3 മ്യൂസിക് എന്തിനാന്നൊക്കെ അങ്ങനെ പറയുന്നത്. ഇവിടെ 3 നമുക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അതിലെ നിഹാൽ നിഹാല് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം. നിഹാൽ ഒരു അടിപൊളി സിംഗറാണ്. അരികെ സോങ് ഒക്കെ പാടി സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു ഗായകൻ കൂടിയാണ്. അപ്പൊ നിങ്ങൾ 3 പേർക്ക് ചേർന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരു സോങ് റിക്വസ്റ്റ് പ്ലീസ്. നമ്മുടെ മൈക്കൊക്കെ തന്നെ ഓൾറെഡി നമുക്ക് നന്നായിട്ട് കൈ അടിച്ചാലോ? എന്റെ 3 പാട്ട് ഞാൻ തന്നെ പാടിയേക്കുന്നത്. നിനക്കായി ഞാൻ നിലവൊരുക്കെ പറന്നു പോയോ. താങ്ക് യു.
Suhani. So thank you so much. Everyone, please get back to your seats. So thank you so very much for joining us. പക്ഷേ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, മിസ്റ്റർ സംജാദ് ആൻഡ് പ്രവീൺ. ഫിലിം ക്രിയേഷൻസ് ബാനർ 2010-ലാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത്. പ്രണയം എന്ന് പറയുന്ന സിനിമയാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1-2 സിനിമകൾ ചെയ്തു. എന്നിട്ട് 2020 തൊട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് റിവൈവൽ ഓഫ് ഫ്രേഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് തുടങ്ങി. 2024 നല്ല ഗംഭീര 2 സിനിമകൾ നമുക്ക് എല്ലാവർക്കും തരാൻ പറ്റി. ഇനി മുന്നോട്ട് ഞങ്ങൾ വളരെ നല്ല കോണ്ടന്റും എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് ആയിട്ട് നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റിനാണ്. അടുത്ത ഞങ്ങൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്റ്റിന്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് കൂടാണ് ഇന്ന്. എന്തുകൊണ്ടാണ് ഈ ടീം ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. ആൻഡ് വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് വിൽ ബി നെക്സ്റ്റ് പ്രോജക്റ്റ് ഈ ടീം സംജാദ് ആൻഡ് പ്രവീണിന്റെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റിങ്ങും അവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. രഞ്ജിത്താണ് അതിൻ്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഞങ്ങൾ മേക്ക് ചെയ്യാൻ പോവാണ്. ഒരു ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ ഒരു സിനിമയായിരിക്കും. നിങ്ങളെ ഒരു രീതിയിലും ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല. There's going to be a lot of excitement, such quality of production technicians, the whole concept of half തന്നെ ഒരു very special project ആയിരിക്കും. We are very proud to announce that അടുത്ത നമ്മുടെ സിനിമ ഹാഫ് ആയിരിക്കും. സംജാദ് ഡയറക്റ്റ് ചെയ്ത്, സ്ക്രിപ്റ്റിംഗ് ബൈ പ്രവീൺ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ബാക്കിയുള്ള ഹാഫിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മുന്നാലെ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ഫോർ ദി ഓപ്പർച്യൂണിറ്റി ഫോർ us to be able to announce ഈ ഒരു പ്രോജക്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മാം. ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിൽ നിന്നും നമ്മൾ ഇനി ഒരുപാട് മൂവീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ വെരി ബെസ്റ്റ് ടു ഹാഫ്. അതുപോലെ തന്നെ രഞ്ജിത്ത്, ഡു യു വാണ്ട് ടു ടോക്ക് സംതിങ്? അത്രയ്ക്ക് പറയാനായിട്ടില്ല, ബട്ട് ഐ കൻ ടെൽ യു വൺ തിങ്. ഇത് ഫ്രേഗ്രന്റ് നേച്ചറിന്റെ മോസ്റ്റ് ambitious പ്രോജക്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ഷൻ ഇഷ്ടമാണോ, ത്രിൽ ഇഷ്ടമാണോ, വയലൻസ് ഇഷ്ടമാണോ? Then you guys will love this. എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് സമയമാകുമ്പോൾ പറയാം, ബട്ട് ദിസ് ഈസ് one of the most exciting projects that I cannot wait to start. അധികം വൈകാതെ തന്നെ we'll share details soon. Thank you so much Ranjit. And Jenny, നമ്മൾ പേര് ഒന്ന് ഫ്രണ്ടിലേക്ക് വരണം പ്ലീസ്. Everyone please എല്ലാവരും ഒന്ന് സെന്ററിൽ വന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഡയറക്ടർ ആൻഡ് റൈറ്റർ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ഇപ്രാവശ്യം എനി ക്ലൂ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഓൾറെഡി വയലൻസ് ആണെന്ന് പറഞ്ഞു. We know that you cannot reveal, പക്ഷെ എന്നാലും anything you want to talk to us? വയലൻസ് എന്ന് പറഞ്ഞത് ലിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവാനായിട്ട് എന്താ ഉള്ളതെന്ന്. എന്തായാലും വാമ്പയർ മൂവിയാണ്, വാമ്പയർ ബേസ്ഡ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. മലയാളത്തിൽ വാമ്പയർ ബേസ്ഡ് സബ്ജക്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഒരു ആഗ്രഹമായിരുന്നു. അതിനെ ഫ്രാഗ്രന്റ് നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നു. സന്തോഷം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം. കാരണം കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല. കുറേ സംഭവങ്ങൾ ടൈറ്റിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആ ടൈറ്റിൽ സൂം ചെയ്ത് കണ്ടാലൊക്കെ അറിയാൻ പറ്റും. എന്നാലും ഞാനൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല.
ഇവിടെ സ്പോയിൽ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഹാഫ് അതാണ് ഞങ്ങളുടെ ആദ്യത്തെ എന്ന് പറഞ്ഞ് പഠിച്ചു പോയി. അടുത്ത സിനിമയുടെ ടൈറ്റിൽ ഹാഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയ ഒരു മൂവിയുടെ കഥ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളാണ്. സ്ക്രിപ്റ്റ് ഞാനും സംജാതം കൂടിയാണ്. കോളത്തിന്റെ സ്ക്രിപ്റ്റും ഞാനും സംജാതം തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ ത്രില്ലറായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് മേക്ക് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. അപ്പോഴും നിങ്ങൾ ഈ കോളത്തിന് നല്ല സപ്പോർട്ട്, ക്യാമ്പിന് നല്ല സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഞങ്ങൾക്ക് തരിക. ഈ പടം വലിയൊരു വിജയമാക്കി എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് നിൽക്കുന്ന മിസ്റ്റർ സുധീർ അമ്പലപ്പാട് നമ്മുടെ ഫ്രേഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഹെഡ് ചെയ്യുന്നു. പുള്ളിക്കാരുടെ നേതൃത്വത്തിൽ ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിങ് ആണ് നടക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ പ്രോജക്ട്സ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനും അത് നമുക്കൊരു ടീമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ നമുക്കൊരു പാൻ ഇന്ത്യൻ ലെവലിൽ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഐ വോണ്ട് ടു താങ്ക് മിസ്റ്റർ സുധീർ. I want to thank Samjad, Praveen, Ranjit, and most importantly, all our online media friends. ഇതുപോലത്തെ സപ്പോർട്ട്, ഇതുപോലത്തെ നല്ല സിനിമകൾ ഞങ്ങൾ തരും. നിങ്ങളുടെ സപ്പോർട്ട്, ലോങ് ടേം അസോസിയേഷൻ ആൻഡ് ജേർണി ടുഗെദർ ഞങ്ങൾ വിഷ് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. ഞാൻ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിയാത്മകമായിട്ട് നല്ല വിമർശനങ്ങൾ സിനിമയ്ക്ക് ഉണ്ടാവണം. പക്ഷേ ഈ സിനിമ ഹാഫ് എന്ന് പറഞ്ഞ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സിനിമയോ വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് ഫ്രാഗ്രന്റ് ഫിലിം ക്രിയേഷൻസ് ഇങ്ങനെ ഒരു സിനിമ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പാൻ ഇന്ത്യൻ കാസ്റ്റ് ഉണ്ട്, ഇന്റർനാഷണൽ ടെക്നീഷ്യൻസ് ഉണ്ട്, ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അപ്പം ഈ സിനിമ വലിയൊരു റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഇത്തരം സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവണം. ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഗോളം, കൽവി ഈ 2 സിനിമകളും കേരളത്തിലൊരു സിനിമയായിട്ടും 5 ഭാഷയിലാണ് നമ്മളത് OTT-യിൽ കൊടുത്തത്. അപ്പം ഇവിടെയുള്ള ടെക്നീഷ്യൻസിനെയും ഇവിടെ ആർട്ടിസ്റ്റിനെയും ഒക്കെ ഒരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണലിലേക്ക് ഇനിയിപ്പം ഞാൻ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഒഫീഷ്യലായിട്ട് പറയുകയാണ്. ഗോളം ചൈനീസ് ഭാഷയിൽ ലോകം മുഴുവൻ ഡബ് ചെയ്തിട്ട് കാണാൻ പോവുകയാണ്. ചൈനയിലെ വലിയൊരു കമ്പനിയുമായിട്ട് അവരേറ്റെടുത്ത് ഗോളം. നമ്മൾ ശ്രമിക്കുന്നത്, ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിംസ് ക്രിയേഷൻ ശ്രമിക്കുന്നത് മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാം ഇതിനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നതിൽ അടുത്ത കമ്മിറ്റ്മെന്റ് ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിംസ് കൈകൊടുത്ത വളരെ യങ്സ്റ്റേഴ്സായ ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്ക് 24-25 ഇയേഴ്സുള്ള 2 ഡയറക്ടേഴ്സ് ഉണ്ട്, ഉത്സവ് ആൻഡ് ഫഹദ്. അവരുടെ ഒരു ഫിലിം ഇപ്പോൾ മേക്കിംഗ് കഴിഞ്ഞു. അടുത്ത കമ്മിറ്റ്മെന്റ് കൊടുത്ത ഗോഡ്ഫി എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട് ഇവിടെ. മലയാളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ട് വൈ ഐ ആം വിത്ത് ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിംസ് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ടാലൻസിനെ പ്രോത്സാഹിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ, ഞങ്ങളുടെ എയിം എന്ന് മാം എന്നോട് പറഞ്ഞു. നല്ല കോണ്ടന്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇന്റൻഷനിലാണ് ഫ്രാഗ്രന്റ് നേച്ചർ ക്രിയേഷൻസ് മലയാളത്തിൽ നിൽക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ 2024 വളരെ ടാലന്റഡ് ആയിട്ടുള്ള മലയാളത്തിൽ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടി. നിങ്ങൾക്കറിയാം, രഞ്ജിത്ത് സച്ചിൻ 2-3 സിനിമകളുണ്ട് മലയാളത്തിലും. ഇപ്പോൾ തമിഴിൽ വലിയൊരു ബാനറിൽ രഞ്ജിത്ത് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൺ പിക്ചേഴ്സിന്റെ ഒരു സിനിമയിൽ രഞ്ജിത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെലുങ്കിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വരുന്ന രഞ്ജിത്തിലേക്ക് വരുന്ന സ്റ്റോറി പറയാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിലെ ഏകദേശം 200 യങ്സ്റ്റേഴ്സ് അവരുടെ സ്റ്റോറി തന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു സിനിമ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരുടെ സ്റ്റോറിയും കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും ടൈം കൊടുക്കുന്നുണ്ട്. മാം അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ട്രാവലിന്റെ ഇടയിൽ മറ്റ് കോർ ബിസിനസ് ആയിട്ട് പോലും സമയം കണ്ടെത്തുന്നുണ്ട്. രഞ്ജിത്ത് കഥ കേൾക്കുന്ന രീതി ഇപ്പൊ ഇതുവരെ കഥ കേട്ട ആളുകൾക്കറിയാം. 3 മണിക്കൂറും എനിക്ക് തോന്നുന്നു 8 മണിക്കൂറൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് രഞ്ജിത്ത്
സ്റ്റോറി കേൾക്കുന്നത്. ഇതുവരെ ഞാനിത് പറയുന്നത് എക്സാജറേറ്റ് ചെയ്തിട്ടല്ല. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി കേട്ടിട്ട് രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു 8-9 മണിക്കാണ് അവസാനിച്ചത്. ഞാനിത് പറഞ്ഞത് വളരെ നല്ല ഇന്റൻഷനോട് കൂടിയാണ് ഫ്രാഗ്രൻസ് നേച്ചർ ഫിലിംസ് ക്രിയേഷൻസ് ഇവിടെ മലയാളത്തിൽ നിന്നുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം, പാൻ ഇന്ത്യൻ ഫിലിം, ഇന്റർനാഷണൽ ഫിലിം മേക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. സിനിമയെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ കാലത്തും നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടാകണം. എല്ലാ ഓൺലൈൻ മീഡിയ എന്ന് ഞാൻ പറഞ്ഞത് ഒരു പവർഫുൾ മീഡിയയാണ്. ആ മീഡിയ ഏത് സമയത്തും ഞങ്ങളെ ആക്സസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളും നമ്മളും ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. ഇത് ഞാൻ ഈ പറയുന്നത് മാമിന്റെ വിഷനാണ്, സജീവ് സാറിന്റെ വിഷനാണ്. ആ വിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ്. Thank you, sir. Thank you so much. അപ്പോൾ once again ഈ ഒരു എൻറ്റയർ ടീമിന് വേണ്ടിയിട്ട് ഇനി വരാൻ ഇപ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന 2 ഗോൾഡൻ മാസ്റ്റർ പീസുകൾക്ക് ഒരു നന്ദി പോലെയും ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് വഴി നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം. എവരിവൺ